Hi all, today we are going to start the first module of programming paradigms. Programming paradigms are a way to classify programming languages based on the features. Paradigms are important because they define a programming language and how it works. A great way to think about a paradigm is as a set of ideas that a programming language can use to perform tasks in terms of machine code at a much higher level. റെഫറൻസ് ബുക്ക് സ്കോട്ട് എം എൽ ആണ് നിങ്ങൾ എടുക്കേണ്ടത് ഓക്കെ സോ ബേസിക്കലി ദിസ് ഈസ് എ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് പേപ്പർ വാട്ട് ഓൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യു സ്റ്റഡീഡ് അതായത് നിങ്ങൾ സി++, ജാവ, പൈത്തൺ ഈ ലാംഗ്വേജസ് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതായത് ഓൾറെഡി നിങ്ങൾ സി++, ജാവ അതുപോലത്തെ ലാംഗ്വേജ് പഠിച്ചതാണ്. അതിൽ പഠിച്ച കൺസെപ്റ്റ്സ് റിലേറ്റ് ചെയ്ത് ഓരോ ടോപ്പിക്സും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഈ സബ്ജക്റ്റ് പറയുന്നത് നമ്മൾ ഓവറോൾ അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഓവറോൾ ഐഡിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓരോ മോഡ്യൂളിലും ഓരോ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ഇതിൽ നമ്മൾ സി++, പാസ്കൽ ലാംഗ്വേജ് ഫീച്ചേഴ്സ് പഠിക്കുന്നതും ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആയിരിക്കില്ല വേറൊരു ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ ഉണ്ടായിരിക്കുക. വാട്ട് ഡു യു മീൻ ബൈ ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ? അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതൊക്കെയാണ്? സി++, ജാവ അതൊക്കെയാണ്. അപ്പോൾ ഫിഫ്ത്ത് മോഡ്യൂളിലാണ് നമ്മൾ കവർ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ്, അതായത് ഇൻഹെറിറ്റൻസ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഫിഫ്ത്ത് മോഡ്യൂളാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത് നെയിം, സ്കോപ്പ്, ബൈൻഡിങ്സ്, സ്റ്റോറേജ്, കൺട്രോൾ ഫ്ലോ ഒക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ കവർ ചെയ്യുന്ന പോർഷൻസ്. Okay. Then second module we learn about data types, arrays, strings, pointers, files. And in third module we learn about functions. ഫസ്റ്റ് മോഡലിലെ ഫസ്റ്റ് ടോപ്പിക് പറയുന്നത് നെയിംസ്, സ്കോപ്സ്, ബൈൻഡിങ്സ് അതൊക്കെയാണ്. അതിൻ്റെ മുന്നേ നിങ്ങൾ അറിയേണ്ടത് ഒരു ആൽഗോരിതം എഴുതി കഴിഞ്ഞാൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. Then how will you classify programming languages? Two types of programming languages: declarative language, imperative language. Declarative language പറയുന്നതാണ് functional language. For example, Lisp, ML, and then data flow. Example, ID, val. And in imperative languages, von Neumann, for example, C, Ada, Fortran, and object oriented means Java. Then what is programming language? അതായത് യൂസർ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിലുള്ളൊരു മീഡിയം ആണ് പ്രോഗ്രാംസ്. ആ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിൻലി 3 ഡിഫറെൻറ്റ് ലെവൽസ് അത് ലോ ലെവൽ പ്രോഗ്രാമിംഗ്, അസംബ്ലി ലെവൽ ആൻഡ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ്. ലോ ലെവൽ എന്ന് പറയുന്നത് ബൈനറി സീറോസ് ആൻഡ് വൺസ് ചേർത്ത് എഴുതിയിരിക്കുന്ന ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ് ലോ ലെവൽ. ദെൻ അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എനി ഹ്യൂമൻ ബീങ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. ദെൻ അതിന് ശേഷമാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫുള്ളി എഴുതുന്നത്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്, കോഡ്സ്, നമ്പേഴ്സ്, ഡിജിറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ട്രാൻസ്ലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കമ്പൈലർ, ഇന്റർപ്രറ്റർ ഒക്കെയാണ്. സോ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ദിസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊവൈഡ്സ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഈസ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. അതായത് ഏർലി ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജസ് ലൈക്ക് ഫോർട്രാൻ, ആൽഗോൾ ആൻഡ് ലിസ്പ്. ഫോർട്രാൻ എന്ന് പറയുന്നത് ഫോർമുല ട്രാൻസ്ലേറ്റർ, പണ്ടത്തെ ഫേമസ് ആയിട്ടുള്ള ലാംഗ്വേജസിലൊന്നാണ്. പിന്നെ ആൽഗോൾ, പിന്നെ ലിസ്പ് അതൊക്കെ. ആഫ്റ്റർ ദാറ്റ് അതിനൊക്കെ ശേഷമാണ് C++ ഒക്കെ വന്നത്. ഓക്കെ.
ദെൻ ഫസ്റ്റ് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. അതായത് നെയിംസ്, സ്കോപ്സ്, ബൈൻഡിങ്സ് ഒക്കെ. നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം നെയിംസ് എന്താണ്, സ്കോപ്പ് എന്താണ്, ബൈൻഡിങ്സ് എന്താ എന്നൊക്കെയാണ് പഠിക്കുന്നത്. നെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് യൂസ് ടു ഐഡൻറ്റിഫൈ സം എൻറ്റിറ്റി. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്ട്രിങ് ഓഫ് ക്യാരക്ടർ യൂസ് ചെയ്ത് വിളിക്കുന്നതാണ് ഈ നെയിം എന്ന് പറയുന്നത്. നെയിം പ്രൊവൈഡ്സ് എ ഡിഗ്രി ഓഫ് അബ്സ്ട്രാക്ഷൻ ഓഫ് ദ ഫീച്ചേഴ്സ്. അതായത് അബ്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് നെയിം യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് അബ്സ്ട്രാക്ഷൻ? ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഐ വാണ്ട് ടു പെർഫോം അഡീഷൻ. എനിക്ക് രണ്ട് വാല്യൂസിനെ ആഡ് ചെയ്യണം. ഒരു ഫങ്ഷൻ ആഡ് കൊടുക്കും. ഓക്കെ, സോ വാട്ട് ഈസ് നെയിം ആക്ച്വലി? അബ്സ്ട്രാക്ഷൻ പറയുന്നത് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണോ ആ ഫങ്ഷൻ്റെ അകത്ത് വരുന്നത് അതിനൊക്കെ അബ്സ്ട്രാക്ട് ചെയ്ത് ഒരു നെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അല്ലേ? Names in most languages are identifiers, means alphanumeric token, symbols like plus, equal to, can also be names. It's a mnemonic character string used to represent something else and allow us to refer to variables, constants, functions, types, operation, etc. Now coming to binding, it's an association of a name with an object. The next is scope. The part of the program in which the binding is active is the scope. Next coming to variables. ഒരു വേരിയബിളിൽ ഒരു നെയിം ഉണ്ടായിരിക്കും, ദെൻ അതിന് കറസ്പോണ്ടിങ് മെമ്മറി അഡ്രസ്, ദെൻ വാല്യൂ, ടൈപ്സ്, ലൈഫ് ടൈം ആൻഡ് സ്കോപ്പ്. വേരിയബിൾ എന്ന് പറയുന്നത് 6 tuple റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് this 6 tuple contain name, address, value, type, lifetime and scope. A variable in an imperative language or an object-oriented language is a 6 tuple. Okay. A name is a name that already പറഞ്ഞിട്ടുണ്ട്. It's a string of characters used to identify some entity. Then declaration of type, usage with a value, lifetime, scope of names are a major consideration in programming language. Let us take one example. If we write int x, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ x is a variable which is having type integer. അതായത് what will be the name of the variable and type of x എന്ന് പറയും. അതായത് name of the variable എന്താ? x and the type of x is integer. അതായത് എക്സ് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ നെയിമാണ്. ഓക്കെ, നമുക്ക് വാല്യൂ, അതായത് ആ നെയിമിൽ വാല്യൂ സ്റ്റോർ ചെയ്യാം ഇൻറ്റിജർ ടൈപ്പ് ആയിട്ട്. The place of this declaration in the program decides where and how long x is available. This is scope and lifetime. അതായത് where this is available is scope of the program and how long this is available is lifetime. നോർമലി സി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഡിക്ലറേഷനൊക്കെ ബിഗിനിങ് ആണ് കൊടുക്കുക, അതായത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ഡിക്ലറേഷൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയാണ്. ഇഫ് യു ആർ നോട്ട് മാനുവലി ഡിസ്ട്രോയിങ് ദ വേരിയബിൾ. C++, ജാവ പോലത്തെ അഡ്വാൻസ്ഡ് ലാംഗ്വേജിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്നത് തൊട്ട് മുന്നേ ആയിരിക്കും ഡിക്ലറേഷൻ ചെയ്യുക. ആ കേസിൽ അവിടെയാണ് സ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതായത് സ്കോപ്പ് എന്ന് പറയുന്നത് വേർ ദിസ് ഈസ് അവൈലബിൾ ആണ്, ലൈഫ് ടൈം എന്ന് പറയുന്നത് ഹൗ ലോങ് ദിസ് ഈസ് അവൈലബിൾ, and its address is determined when its program unit is executing. Means address is given at the time of execution. Then lastly, usage of x in statements decide what is its current value. Next, what needs a name? The constants, variables, operators, statement labels, procedures, files, disk, comments, computers and even networks, users, and also modules, programs.